ഓക്കെ, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. നമ്മുടെ ഇന്നത്തെ ലൈവ് ക്ലാസ് ആരംഭിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ഫോക്കസ് ഏരിയയിലെ പ്രധാനപ്പെട്ട ഒരു പാഠത്തെക്കുറിച്ചാണ്. അതായത് ഫോക്കസ് ഏരിയയിൽ വന്നിട്ടുള്ള പാഠങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടിരുന്നു. അതിൽ തന്നെ അതിൻ്റെ ഒരു ലിസ്റ്റ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ രണ്ടാമത്തെ പോയം വരുന്നത് ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ എന്നുള്ള ആ ഒരു പാഠത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ പാഠം വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. നമ്മുടെ തന്നിട്ടുള്ള പോയത്തിൻ്റെ ലിസ്റ്റുകൾ നമ്മൾ നോക്കുന്ന സമയത്ത് അതിൽ വരുന്നത് ദ ബാലഡ് ഏറ്റവും കൂടുതലായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു പോയം എന്ന് പറയുന്നത് ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ എന്നുള്ള ആ ഒരു പാഠമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഇന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു പോയത്തിൽ നിന്ന് പഠിക്കാനുള്ളത് എന്നുള്ളത് കൂടി നമ്മൾ നോക്കുകയാണ്. അപ്പോൾ ഒരു പോയത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഒരു പോയത്തിൽ നിന്ന് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന് ആ പോയത്തിൻ്റെ അപ്രീസിയേഷനാണ്. രണ്ടാമത്തെ കാര്യം, ആ പോയത്തിൽ നിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമ്മൾ പഠിക്കണം. അപ്പോൾ ഈ രണ്ട് രീതിയിലുള്ള ചോദ്യങ്ങൾ മാത്രമാണ് നമുക്ക് പോയത്തിൽ നിന്ന് പരീക്ഷയ്ക്ക് വരിക. അപ്പോൾ നമുക്ക് അപ്രീസിയേഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അതുപോലെ തന്നെ ഈ പോയത്തിൽ നിന്ന് നമ്മളൊരു മിനിമം 25 ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു വെക്കുക. കാരണം അതിൻ്റെ വരികൾ നമുക്ക് ക്വസ്റ്റ്യനിൽ കിട്ടുമെങ്കിലും അതിൻ്റെ ആൻസർ എങ്ങനെ എഴുതേണ്ടതെന്ന് പല കുട്ടികൾക്കും കൃത്യമായൊരു ധാരണ ഇല്ലാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഏത് രീതിയിലുള്ള ചോദ്യം നമുക്ക് വന്നാലും പരീക്ഷയ്ക്ക് നമുക്കത് എഴുതാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം ഈ പാഠത്തെക്കുറിച്ച്, ഇതിനെക്കുറിച്ചുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടാത്ത കുട്ടികളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മൾ ഈ പാഠം തന്നെ നമ്മളൊന്ന് നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പാഠം, ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ എന്നുള്ള ആ ഒരു പാഠത്തിലേക്ക് വരാം. അപ്പോൾ ഇതിൻ്റെ ആശയം പല കുട്ടികൾക്കും മനസ്സിലായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് പറയുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അപ്രീസിയേഷനും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഒക്കെ നോക്കാം. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും ഇതിൻ്റെ ഹെഡിങ് ആണ് ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ. ബാലഡ് എന്നുള്ള ആ ഒരു വാക്ക് അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ബാലഡ് എന്ന് വെച്ചാൽ ഒരു വീരഗാഥ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്ന ആ ഒരു കാര്യമാണ്. ഒരു വ്യക്തിയെക്കുറിച്ച്, അയാൾ ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച്, ഒരു മഹത്തായ കാര്യത്തെക്കുറിച്ച് ഒക്കെ നമ്മൾ സംസാരിക്കുന്ന ഒരു കവിതയാണ് ബാലഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാലഡിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൻ്റെ ഒരു സഡൻ ഓപ്പണിംഗ് ഉണ്ട്, അതുപോലെ തന്നെ അതിലുപയോഗിച്ചിരിക്കുന്ന ലാംഗ്വേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബാലഡിൻ്റേതായിട്ടുള്ള ചില പ്രത്യേകതകൾ, കൃത്യമായിട്ടുള്ള ഒരു റൈം സ്കീം, റൈമിംഗ് വേർഡ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അപ്പോൾ ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ നോക്കുകയാണെങ്കിൽ, ഈ ഒരു പോയം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 4 വരികൾ വീതമുള്ള സ്റ്റാൻസകളാണ് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ തന്നെ വളരെ കൃത്യമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഫോക്കസ് ഏരിയയിൽ വന്നിട്ടുള്ള പോയംസിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു റൈം സ്കീം ഫോളോ ചെയ്യുന്ന 2 പോയങ്ങളാണുള്ളത്. ഒന്ന് ലൈൻസ് റിട്ടേൺ ഇൻ ഏർലി സ്പ്രിംഗ്, അതുപോലെ തന്നെ ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ എന്നുള്ളതാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു റൈം സ്കീമും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കവിതയായിട്ട് മാറുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ മീനിങ് ഒന്ന് മനസ്സിലാക്കാം. The Ballad of Father Gilligan. The old priest Peter Gilligan was weary night and day, for half his flock were in their beds or under green sods lay. ഇതാണ് ഇതിൻ്റെ ഒന്നാമത്തെ സ്റ്റാൻസയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് തന്നെ ദ ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ വാസ് വേറി. അപ്പോൾ വേറി എന്നുള്ള വാക്ക്, വേറി എന്ന് വെച്ചാൽ വളരെ ക്ഷീണിതനാണ്, തളർച്ചയുള്ള വ്യക്തി എന്നൊക്കെ അർത്ഥം. ഹി വാസ് വെരി വേറി നൈറ്റ് ആൻഡ് ഡേ. ഫോർ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഫോർ അതിൻ്റെ അർത്ഥം ബിക്കോസ്, അതിൻ്റെ കാരണമാണ് പറയുന്നത്. എന്താണ് അതിൻ്റെ കാരണം? ഇയാൾ വളരെ ക്ഷീണിതനായതിൻ്റെ കാരണം എന്താണ്? വാസ് വെരി നൈറ്റ് ആൻഡ് ഡേ ബിക്കോസ്, ഇവിടെ ഫോർ ഉപയോഗിച്ചിരിക്കുന്നത് ബിക്കോസ് എന്നുള്ള അർത്ഥത്തിലാണ്. ഫോർ ഹാഫ് ഹിസ് ഫ്ലോക്ക് വെയർ ഇൻ ദർ ബെഡ്സ് ഓർ അണ്ടർ ഗ്രീൻ ഷോഡ്സ് ലേ. അതിൻ്റെ കാരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വൈ വാസ് പീറ്റർ ഗില്ലിഗൻ വെരി നൈറ്റ് ആൻഡ് ഡേ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചാൽ പല കുട്ടികളും ഇതിൻ്റെ ആദ്യത്തെ 2 വരികൾ എഴുതി വെക്കാനാണ് സാധ്യത. പക്ഷേ അങ്ങനെ എഴുതി വെച്ചതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഉത്തരമായിട്ട്, അതിൻ്റെ ഒരു ഉത്തരമായിട്ട് നമുക്കതിനെ കാണാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ വ്യക്തമായിട്ടുള്ള എന്താണ് അതിൻ്റെ ആൻസർ എന്നുള്ളതാണ് നമ്മൾ കൃത്യമായിട്ട് സെൻറ്റൻസ് ആക്കി തന്നെ എഴുതണം. അപ്പോൾ ആ രീതിയിലാണ് നമ്മളതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ പറയുകയാണ് ഇതിൻ്റെ ഒരു സഡൻ ബിഗിനിങ് നമുക്ക് കാണാം. ദ ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ, ഇവിടെ 2 തവണ പി ആവർത്തിച്ച് വരുന്നുണ്ട്. ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ വാസ് വെരി നൈറ്റ് ആൻഡ് ഡേ ഫോർ ഹാഫ് ഹിസ് ഫ്ലോക്ക്. ഫ്ലോക്ക് എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആട്ടിൻ പറ്റമാണ്, ആട്ടിൻകൂട്ടം, ആട്ടിൻ പറ്റം. അപ്പോൾ എന്താണ് ഈ ഫ്ലോക്ക് എന്നുള്ളൊരു കൺസെപ്റ്റ്? ഒരു ക്രിസ്ത്യൻ കൺസെപ്റ്റാണ്. അതായത് ഒരു പാരിഷിലെ അവിടുത്തെ പ്രീസ്റ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ ഷെപ്പേർഡ് ആൻഡ് ദ പീപ്പിൾ ഇൻ ദ പാരിഷ് ഈസ് കൺസിഡേർഡ് ആസ് ഫ്ലോക്ക്. അപ്പോൾ ഒരു ഇടവകയിലെ വൈദികൻ അവിടുത്തെ ആട്ടിടയനും അവിടെയുള്ള ഇടവകയിലെ അംഗങ്ങളെ ആട്ടിൻ പറ്റങ്ങളായിട്ടുമാണ് ഒരു ക്രിസ്ത്യൻ കൺസെപ്റ്റിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന ഫ്ലോക്ക് റെഫേഴ്സ് ടു ദ പീപ്പിൾ ഇൻ ഹിസ് പാരിഷ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ദ ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ വാസ് വെരി നൈറ്റ് ആൻഡ് ഡേ ഫോർ ബിക്കോസ് ഹാഫ് ഹിസ് ഫ്ലോക്ക് വെയർ ഇൻ ദെയർ ബെഡ്സ് ഓർ അണ്ടർ ഗ്രീൻ ഷോഡ്സ് ലേ. ഹാഫ് ഓഫ് ഹിസ് ഫ്ലോക്ക്, അതിൽ അവരുടെ ഇടവകയിലുള്ള പകുതിയോളം ആളുകൾ, വെയർ ഇൻ ദെയർ ബെഡ്സ്, അവരവരുടെ ബെഡിലാണ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അവർ രോഗശയ്യയിലാണ്, അവർ മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ രോഗം ബാധിച്ച് ഇന്നോ നാളെയോ മരിക്കും എന്നുള്ള രീതിയിൽ കിടക്കുകയാണ് എന്നുള്ള അർത്ഥമാണ്. ദ ഫ്ലോക്സ് വെയർ ഇൻ ദെയർ ബെഡ്സ് ഓർ അണ്ടർ ഗ്രീൻ ഷോഡ്സ് ലേ. ഷോഡ്സ് എന്ന് വെച്ചാൽ മൺകട്ടയാണ്. അപ്പോൾ ഗ്രീൻ ഷോഡ്സ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു ആളെ മറവ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ വളരുന്ന പുല്ലിനെയൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം പകുതിയോളം ആളുകൾ ഓൾറെഡി ഈ രോഗം ബാധിച്ച് മരണപ്പെട്ടിരിക്കുന്നു. ഇനി ബാക്കിയുള്ള പകുതിയോളം വരുന്ന ആളുകൾ അവർ ഇന്നോ നാളെയോ എന്ന് പറഞ്ഞുകൊണ്ട് രോഗശയ്യയിൽ അവർ കിടക്കുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ദ പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ വാസ് വെരി ടയേർഡ്. അപ്പോൾ ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ പ്രീസ്റ്റ് ടു ഡു ദ റൈറ്റ്സ് ഓഫ് എ ഡെഡ് പേഴ്സൺ. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ചടങ്ങുകൾ, മരണാനന്തര ശുശ്രൂഷകളൊക്കെ ചെയ്യേണ്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് അവിടുത്തെ പ്രീസ്റ്റാണ്. അപ്പോൾ അതിനു വേണ്ടി രാവും പകലും ഓടി നടന്നതുകൊണ്ടാണ് അയാൾ വളരെ ക്ഷീണിതനായി മാറിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് വൈ വാസ് ഫാദർ ഗില്ലിഗൻ വെരി നൈറ്റ് ആൻഡ് ഡേ. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ, what is the significance of the word flock, or what do you mean by the word flock? Why were his flock either in bed or lying under green sod? ഇതൊക്കെ ഈ വരികൾ തന്നിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കും. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും. ഓക്കെ.
അപ്പോൾ ഈ ലൈവിൽ വരാൻ പറ്റാത്ത ആളുകൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ലൈവ് കഴിഞ്ഞതിന് ശേഷം അവർക്ക് ആ വീഡിയോ എടുത്ത് കാണാവുന്നതാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, once while he nodded in a chair at the moth hour of the eve, another poor man sent for him, and he began to grieve. Once എന്ന് വെച്ചാൽ ഒരിക്കൽ, while he nodded in a chair. നോഡ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം തല കുലുക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പം നോഡഡ് ഇൻ എ ചെയർ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം അയാൾ ഉറക്കം തൂങ്ങുകയായിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഓടി നടന്ന് ആകെ ക്ഷീണിതനായ ആ വ്യക്തി ഒരു ദിവസം കസേരയിലിരുന്ന് ഉറക്കം ക്ഷീണം കൊണ്ട് മയങ്ങിപ്പോയ സമയത്ത്, at the moth hour of the eve, another poor man sent for him, and he began to grieve. Moth hour of the eve എന്നുള്ളത് നിങ്ങളിവിടെ നോട്ട് ചെയ്യണം. moth hour of the eve. അപ്പോൾ സമയത്തെ കാണിക്കുന്ന കുറേ പ്രകൃതിയിൽ കാണുന്ന ചില കാര്യങ്ങൾ നമുക്ക് ഈ പോയത്തിൽ കാണാൻ കഴിയും. അപ്പോൾ അതിലൊന്നാണ് മോത്ത് അവർ ഓഫ് ദ ഈവ്, ഈവനിങ്ങിലെ ഈ പറയുന്ന മോത്ത് അവർ. അപ്പോൾ പഴയ കാലങ്ങളിൽ ആളുകൾ സമയം അറിഞ്ഞിരുന്നത് പ്രകൃതിയിൽ വരുന്ന ചില മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രാണി ഇറങ്ങുന്ന ഒരു സമയം. അപ്പോൾ മോത്ത് എന്ന് വെച്ചാൽ ചെറിയ സ്മോൾ ഇൻസെക്റ്റ് എന്നുള്ള അർത്ഥമാണ്. ആൻഡ് ഇറ്റ് ഈസ് എ ടൈം വെൻ ദ മോത്ത് സ്റ്റാർട്ട്സ് ടു ഫ്ലൈ. അപ്പോൾ ഈ മോത്ത് പറക്കാൻ തുടങ്ങുന്ന അല്ലെങ്കിൽ ഈ പ്രാണികൾ പറക്കുന്ന ആ ഒരു സമയം, ഇത് രണ്ട് സമയത്ത് വരുന്നുണ്ട്. ഒന്ന് രാവിലെയും അതുപോലെ തന്നെ ഒന്ന് വൈകുന്നേരവും. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് മോത്ത് അവർ ഓഫ് ദ ഈവ്, വൈകുന്നേരത്തെ ആ സമയമാണ്. അതുപോലെ തന്നെ മോത്ത് അവർ ഇൻ ദ മോർണിംഗ് വരുന്നുണ്ട്, അത് നമ്മൾ നോക്കണം. Another poor man sent for him, and he began to grieve. അപ്പോൾ പലതവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ് poor man, or why was that man called poor man? Poor man എന്ന് വിളിക്കാനുള്ള കാരണം, that man for whom a person came here is about to die, and that is why he is called a poor man. അപ്പോൾ അയാൾ മരിക്കാൻ പോവുകയാണ്, ഒരാൾ മരിക്കാൻ പോവുകയാണ്, അതുകൊണ്ടാണ് ഇവിടെ പുവർ മാൻ എന്ന് പറഞ്ഞത്, അല്ലാതെ അയാൾ പാവപ്പെട്ടവനാണെന്നുള്ള അർത്ഥത്തിലല്ല. Another poor man sent for him, and he began to grieve, he began to cry. അല്ലെങ്കിൽ സങ്കടപ്പെട്ടു. കാരണം എന്താണ്? ഒന്ന് ഉറങ്ങാൻ പോലും സമ്മതിക്കുന്നില്ല, ഒന്ന് ഉറങ്ങാൻ പോലും കഴിയുന്നില്ല എന്നുള്ള കാര്യം ഓർത്തിട്ടാണ് അയാൾ ഇവിടെ വളരെ ദുഃഖിതനായിട്ട് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഇവിടെ പറയുകയാണ്, I have no rest, nor joy, nor peace, for people die and die. And after cried he, God forgive, my body spake not I. അപ്പോൾ ഇവിടെ പറയുകയാണ്, I have no rest, no joy, no peace. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും 3 സ്ഥലങ്ങളിൽ N എന്നുള്ള ശബ്ദം ആവർത്തിച്ച് വരുന്നുണ്ട്. നമുക്കത് പറയുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്, ഇത് അല്ലിട്രേഷനാണ്. I have no rest, no joy, nor peace. So the poet has used an alliteration here. For people die and die, and after cried he, God forgive. അപ്പോൾ ഇവിടെ ഇദ്ദേഹം സങ്കടപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്കൊരു വിശ്രമമില്ല, എൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷമില്ല, എൻ്റെ ജീവിതത്തിൽ ഒരു സമാധാനമില്ല. I have no rest, no joy, no peace. കാരണം the people are dying and dying every day. എല്ലാ ദിവസവും ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഇവിടെ ഒരു പരാതിയാണ് പറഞ്ഞത്. ഒരു വൈദികൻ എന്ന നിലയിൽ അത്തരത്തിലൊരു പരാതി പറയാൻ പാടില്ല. അപ്പോൾ അത് പറഞ്ഞു പോയി എന്നുള്ളൊരു കുറ്റബോധം അയാൾക്കുണ്ടാവുകയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ആൻഡ് ആഫ്റ്റർ ക്രൈഡ് ഹി, ഗോഡ് ഫൊർഗീവ്. അല്ല, ദൈവത്തോട് ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞു പോയ ഈ ഒരു കാര്യത്തിന് അദ്ദേഹം ക്ഷമ ചോദിക്കുകയാണ്. ഗോഡ് ഫൊർഗീവ്, മൈ ബോഡി സ്പേക്ക് നോട്ട് ഐ. ഈ വരി വളരെ പ്രധാനപ്പെട്ട ഒരു വരിയാണ്. എന്താണ് എൻ്റെ അർത്ഥം? മൈ ബോഡി സ്പേക്ക് നോട്ട് ഐ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എൻ്റെ ശരീരമാണ് സംസാരിച്ചത്, ഞാനല്ല സംസാരിച്ചത്. എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? മൈ ബോഡി സ്പേക്ക് നോട്ട് ഐ. അപ്പോൾ എൻ്റെ ശരീരമാണ് ഇവിടെ സംസാരിച്ചത്, ഞാനല്ല ഇവിടെ സംസാരിച്ചത് എന്ന് പറയുന്നു. അപ്പോൾ എന്തായിരിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ
അറിവോടുകൂടി അല്ല ഞാനിത് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു അവസ്ഥ അങ്ങനെയാണ്. എൻ്റെ ശരീരം വളരെ ദുർബലമാണ്, മനസ്സ് ശക്തമാണ്, പക്ഷേ എൻ്റെ ശരീരം വളരെ ദുർബലമാണ്. മൈ ബോഡി സ്പീക്ക് നോട്ട് ഐ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വരികൾ ശ്രദ്ധിക്കുക. മൈ ബോഡി സ്പീക്ക് നോട്ട് ഐ. ഞാൻ എൻ്റെ അറിവോടെ അല്ല പറഞ്ഞത്, എൻ്റെ ശരീരമാണ് സംസാരിച്ചത്. ഞാൻ എൻ്റെ അറിവോട് കൂടി പറഞ്ഞതല്ല എന്ന് ദൈവത്തോട് ഒരു ക്ഷമാപണം നടത്തുന്നത് നമുക്കിവിടെ കാണാം. മൈ ബോഡി സ്പീക്ക് നോട്ട് ഐ. അപ്പോൾ he knelt and leaning on the chair he prayed and fell asleep and the moth hour went from the fields and stars began to peep. He knelt എന്ന് വെച്ചാൽ മുട്ടുകുത്തുക. leaning on the chair he prayed and fell asleep. അപ്പോൾ മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം കസേരയിൽ ഇരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും മയങ്ങിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു കുറ്റബോധം മനസ്സിൽ ഇനി വരാൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം അറിഞ്ഞുകൊണ്ടല്ല, ഉറങ്ങണമെന്ന് വിചാരിച്ചിട്ടല്ല. ഒരാൾ വന്നിപ്പോൾ വിളിച്ചു, ഇപ്പോൾ അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്ഷീണം കൊണ്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകാൻ പറ്റിയില്ല. കുറച്ച് നേരം ഇരുന്നിട്ട് പോകാം എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും. ഏതായാലും അവിടെ ഇരുന്ന് after some time he fell asleep. He prayed and fell asleep and he was not aware of the changes happening or the passage of time. സമയം പോകുന്നത് അയാൾ അറിഞ്ഞേയില്ല. അങ്ങനെ moth hour went from the fields. ഈ പറയുന്ന വൈകുന്നേരത്തെ ആ ഒരു പ്രത്യേക സമയം കഴിഞ്ഞു. അങ്ങനെ സന്ധ്യയായി, രാത്രിയായി. ഈ സമയത്തൊക്കെ ഇദ്ദേഹം ആ കസേരയിൽ ഇരുന്ന് ഉറങ്ങുകയായിരുന്നു. അപ്പോൾ സമയം പോയത് അയാൾ അറിഞ്ഞേയില്ല. And the stars began to peep. അല്ലേ, നക്ഷത്രങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. They slowly into millions grew. അങ്ങനെ അത് എന്തായി മാറി? കുറച്ച് കഴിഞ്ഞപ്പോൾ നക്ഷത്രങ്ങളുടെ എണ്ണം കൂടി വന്നു എന്ന് വെച്ചാൽ കൂടുതൽ രാത്രിയായി എന്നുള്ള അർത്ഥമാണ്. They slowly into millions grew and leaves shook in the wind. അല്ലേ, ഇവിടെ ഈ ഉദ്ദേശിക്കുന്ന ഈ ലൈറ്റ് വിൻഡ് എന്ന് പറയുന്നത് നേരം വെളുക്കാനാവുന്ന സമയത്ത് വരുന്ന ചെറിയ ഒരു ഇളം കാറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. They slowly into millions grew and leaves shook in the wind and God covered the world with shade and whispered to mankind. ഇവിടെ whispered to mankind എന്ന് വെച്ചാൽ എന്താണ്? ദൈവം മനുഷ്യനോട് സംസാരിക്കുന്ന സമയം അത് രാത്രിയിലാണ്. രാത്രിയുടെ യാമങ്ങളിൽ ദൈവം മനുഷ്യനുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയാണ് ദൈവം എന്ത് ചെയ്തിരിക്കുകയാണ്? The God has covered the earth with the shade. That is why God has created night for the tiring people to take rest. ആളുകൾക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ വിശ്രമിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ഈ രാത്രിയെ ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം പകല് മുഴുവൻ ജോലി ചെയ്ത് ക്ഷീണിച്ച മനുഷ്യന് ഒരു വിശ്രമം ആവശ്യമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ദൈവം രാത്രിയെ ഉണ്ടാക്കിയിരിക്കുന്നത്. God covered the world with shade and whispered to mankind. ഇനി ഈ സമയം പോയതൊന്നും അദ്ദേഹം അറിഞ്ഞില്ല. പിന്നെ അദ്ദേഹം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ സമയം എപ്പോഴാണ്? Upon the time of sparrow chirp. അപ്പോൾ വേറൊരു സമയത്തെ കാണിക്കുന്ന ഒരു വാക്കാണ് ഇവിടെ ടൈം ഓഫ് സ്പാരോ chirp എന്ന് പറയുന്നത്. അതായത് പക്ഷികൾ ശബ്ദം ഉണ്ടാക്കുന്ന സമയം, അത് അതിരാവിലെ സമയം, ആ സമയമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നേരം വെളുക്കുന്നത് വരെ അദ്ദേഹം ഈ ഒരു ഉറക്കത്തിലായി പോയി എന്നുള്ളതാണ്. When the moths came once more, the old priest Peter Gilligan stood upright on the floor. അപ്പോൾ വീണ്ടും ഒരു moth hour കൂടി വന്നു. ഈ രണ്ടാമത്തെ moth hour എന്ന് പറയുന്നത് moth hour in the morning. നേരത്തെ നമ്മൾ കണ്ടത് moth hour in the evening and this one is the moth hour in the morning. അപ്പോൾ ഈ moth hour വീണ്ടും വന്നു, നേരം വെളുത്തു. അപ്പോഴാണ് അദ്ദേഹം ഞെട്ടി എഴുന്നേറ്റത്. ആൻഡ് ഹീ സ്റ്റുഡ് അപ്രൈറ്റ് ഓൺ ദ ഫ്ലോർ. അദ്ദേഹം ചാടി എഴുന്നേറ്റു. കാരണം എന്താണ്? വലിയൊരു തെറ്റാണ് താൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള ആ ഒരു ബോധ്യം കൊണ്ടാണ് അദ്ദേഹം ഞെട്ടി എഴുന്നേറ്റത്. കാരണം ഒരു വ്യക്തി മരിക്കാൻ പോവുകയാണ്. ആൻഡ് ഇറ്റ് ഈസ് ഹിസ് ഡ്യൂട്ടി ടു ഗീവ് ദ ലാസ്റ്റ് കമ്മ്യൂണിയൻ ടു ദ ഡൈയിങ് പേഴ്സൺ. ഒരാൾ മരിക്കാൻ പോകുന്നതിന് മുമ്പ് അയാൾക്ക്
കൊടുക്കേണ്ട ചില ശുശ്രൂഷകളുണ്ട്. അത് ചെയ്യാതെ അയാൾ മരിച്ചാൽ ഒരുപക്ഷെ അയാൾ നരകത്തിൽ പോകും എന്നുള്ളൊരു വിശ്വാസം കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം ചാടി എഴുന്നേറ്റ ശേഷം അദ്ദേഹം പറയുകയാണ്, മാവ്രോൺ മാവ്രോൺ, ദ മാൻ ഹാസ് ഡൈഡ് വൈൽ ഐ സ്ലെപ്റ്റ് ഇൻ ദ ചെയർ. അപ്പം മാവ്രോൺ മീൻസ് ഓ മൈ ഗോഡ് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് മാവ്രോൺ മാവ്രോൺ മൈ ഗോഡ് എന്നുള്ള അർത്ഥമാണ്. ദ മാൻ ഹാസ് ഡൈഡ് വൈൽ ഐ സ്ലെപ്റ്റ് ഇൻ ദ ചെയർ. ഈ മനുഷ്യൻ ഞാൻ ഉറങ്ങുന്ന സമയത്ത് മരിച്ചിട്ടുണ്ടാകുമോ എന്നുള്ള പേടിയും ഭയവും ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. He roused his horse out of its sleep and rode with little care. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് ചിലപ്പോഴൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. Which line tells that Father Gilligan rode his horse without even caring for his own safety? അയാളുടെ സ്വന്തം സുരക്ഷിതത്വം പോലും വകവെക്കാതെ അദ്ദേഹം ഓടിച്ചു പോയി എന്ന അർത്ഥം വരുന്ന ലൈൻ ഏതാണ്? അപ്പോൾ ഇതാണ് ആ ലൈൻ, ആൻഡ് റോഡ് വിത്ത് ലിറ്റിൽ കെയർ. അപ്പോൾ റൗസ്ഡ് എന്ന് വെച്ചാൽ ഉണർത്തി അല്ലേ. ഹി റൗസ്ഡ് ഹിസ് ഹോഴ്സ്, കുതിരയൊക്കെ റെഡിയാക്കി, എന്നിട്ട് കിട്ടാവുന്ന പരമാവധി വേഗതയിൽ ആ മനുഷ്യൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. കാരണം അയാൾ മരിക്കുന്നതിന് മുമ്പ് അവിടെ ചെന്നില്ലെങ്കിൽ അത് തൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന വലിയൊരു വീഴ്ചയാണെന്നുള്ള ഒരു ബോധ്യം അയാൾക്കുണ്ടായിരുന്നു. ഹി റോഡ് നൗ ആസ് ഹി നെവർ റോഡ്. ഇതിനു മുമ്പ് ഒന്നും ഓടിച്ചിട്ടില്ലാത്ത ഒരു വേഗതയിലാണ് അയാൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അയാളുടെ മനസ്സിലെ കുറ്റബോധമാണ്. ഹി റോഡ് നൗ ആസ് ഹി നെവർ റോഡ് ബൈ റോക്കി ലെയിൻ ആൻഡ് ഫെൻ. ദ സിക്ക് മാൻസ് വൈഫ് ഓപ്പൺ ദ ഡോർ, ഫാദർ യു കം അഗെയിൻ. അപ്പോൾ റോക്കി ലെയിൻ എന്ന് വെച്ചാൽ മലകളൊക്കെയുള്ള സ്ഥലങ്ങൾ, ചതുപ്പ് നിലങ്ങളൊക്കെയുള്ള സ്ഥലങ്ങൾ, ഈ വഴികളിലൂടെയൊക്കെ സ്വന്തം സേഫ്റ്റി പോലും നോക്കാതെ അദ്ദേഹം ഓടിച്ചു പോയി. അങ്ങനെ അവസാനം ഹി റീച്ച്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഹൗസ് ഓഫ് ദ സിക്ക് മാൻ. And the sick man's wife opened the door and she said, Father, you come again. അപ്പോൾ ഈ രോഗിയായി കിടന്ന, നേരത്തെ വന്ന് വിവരം പറഞ്ഞ ആ മനുഷ്യൻ്റെ ഭാര്യയാണ് വാതിൽ തുറന്നത്. വാതിൽ തുറന്ന ഉടനെ അവർ പറഞ്ഞ ഒരു സെൻറ്റൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്, ഫാദർ യു കം അഗെയിൻ. എന്ന് വെച്ചാൽ എന്താണ്, അവിടെ ഒരു ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നമുക്ക് കാണാം. എന്താണ്, താങ്കൾ വീണ്ടും വന്നു എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഫാദർ യു കം അഗെയിൻ എന്ന് വെച്ചാൽ നേരത്തെ വന്നിരുന്നു എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അപ്പോൾ എന്തായിരിക്കും അവർ അങ്ങനെ പറഞ്ഞത് എന്നുള്ളത് ഫാദർ ഗില്ലിഗണ് അപ്പോൾ മനസ്സിലായില്ല, പിന്നീട് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഹി ആസ്ക്ഡ് ജസ്റ്റ് വൺ ക്വസ്റ്റ്യൻ, ഈസ് ദ പുവർ മാൻ ഡെഡ്? ഹി ക്രൈഡ്. അദ്ദേഹം ചോദിച്ചൊരു കാര്യം എന്താണ്, ആ മനുഷ്യൻ മരണപ്പെട്ടോ എന്നാണ് ആദ്യം ചോദിച്ചത്. അവർ പറഞ്ഞ കാര്യങ്ങളൊന്നും അദ്ദേഹം അപ്പോൾ ശ്രദ്ധിച്ചില്ല. അപ്പോൾ പറയുകയാണ്, ഹി ഡൈഡ് ആൻ അവർ എഗോ. ഒരു മണിക്കൂർ മുൻപേ അയാൾ മരണപ്പെട്ടു. ദ ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൺ ഇൻ ഗ്രീഫ് സ്വെയ്ഡ് ടു ആൻഡ് ഫ്രോ. അപ്പോൾ സങ്കടത്തിൽ അദ്ദേഹം ഇങ്ങനെ മുന്നോട്ടും പുറകോട്ടും ഇങ്ങനെ ഒന്ന് ആടി എന്നാണ് പറയുന്നത്. ഇൻ ഗ്രീഫ് ഹി സ്വെയ്ഡ് ടു ആൻഡ് ഫ്രോ. അപ്പോൾ സിക്ക് മാൻസ് വൈഫ് ഹാസ് സെഡ്, വെൻ യു വെർ ഗോൺ ഹി ടേൺഡ് ആൻഡ് ഡൈഡ് ആസ് മെറി ആസ് എ ബേർഡ്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആസ് മെറി ആസ് എ ബേർഡ് എന്നുള്ളത് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സിമിലി. ആസ് മെറി ആസ് എ ബേർഡ്, ഒരു പക്ഷി എങ്ങനെയാണോ സന്തോഷവാനായിരിക്കുന്നത് അതുപോലെയാണ് അദ്ദേഹം മരിച്ചത്. അപ്പോൾ അവിടെ ഒരു താരതമ്യം, ഒരു കമ്പാരിസൺ നടക്കുന്നുണ്ട്. അതാണ് ആസ് മെറി ആസ് എ ബേർഡ്. നിങ്ങൾ അപ്രീസിയേഷനിലൊക്കെ എഴുതേണ്ട ഒരു ലൈനാണ് ഈ ഡൈഡ് ആസ് മെറി ആസ് എ ബേർഡ്. ദ ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ ഹി നെൽറ്റ് ഹിം അറ്റ് ദാറ്റ് വേർഡ്. ഇത് കേട്ടപ്പോൾ അദ്ദേഹം മുട്ടുകുത്തി നിന്ന് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. കാരണം അദ്ദേഹത്തിന് മനസ്സിലായി എന്തോ ഒരു അത്ഭുതം നടന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആരായിരിക്കും നേരത്തെ വന്നിട്ടുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ ഫാദർ ഗില്ലിഗനായിട്ട് തന്നെ ഇവിടെ വന്നത് ദൈവം അയച്ച ഒരു ദൂതനാണ് അല്ലേ. ഗോഡ് ഹാസ് സെൻറ്റ് ആൻ ഏഞ്ചൽ ഇൻ ദ പ്ലേസ് ഓഫ് പീറ്റർ ഗില്ലിഗൻ ഓർ ആസ് പീറ്റർ ഗില്ലിഗൻ ടു സേവ് ദ സോൾ ഓഫ് ദാറ്റ് ഡൈയിങ് മാൻ. മരിക്കാൻ പോകുന്ന വ്യക്തിയുടെ ആത്മാവിന് വേണ്ടിയിട്ട് ദൈവം ഇടപെടുകയും പീറ്റർ ഗില്ലിഗനായിട്ട് അവിടെ എത്തുകയും ചെയ്തു എന്നുള്ളത് ഇവിടെ ഫാദർ ഗില്ലിഗൺ വ്യക്തമായിട്ട് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം പറയാണ്, He who hath made the night of stars for souls who tire and bleed, sent one of his great angels down to help me in my need. അപ്പോൾ അദ്ദേഹം ഇവിടെ ഒരു വിശ്വാസം ഏറ്റു പറയുകയാണ്. അദ്ദേഹം പറയുകയാണ്, ദൈവം എല്ലാം അറിയുന്നവനാണ്. മനുഷ്യൻ്റെ എല്ലാ ദുർബലതയും അവൻ്റെ പ്രശ്നങ്ങളെ കുറിച്ചും എല്ലാം വ്യക്തമായി അറിയുന്ന ദൈവം ഈ ഒരു അവസരത്തിൽ ഇവിടെ ഇടപെട്ടിരിക്കുകയാണ്. God has made the night of stars for souls who tire and bleed. അപ്പോൾ ക്ഷീണിതരായ മടുത്ത ആളുകൾക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ദൈവം രാത്രി സൃഷ്ടിച്ചിരിക്കുന്നു. അതൊക്കെ അറിയുന്ന ദൈവം
എന്ത് ചെയ്തിരിക്കുകയാണ്? സെൻറ്റ് വൺ ഓഫ് ഹിസ് ഗ്രേറ്റ് ഏഞ്ചൽസ് ഡൗൺ ടു ഹെൽപ്പ് മീ ഇൻ മൈ നീഡ്. എൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ, എൻ്റെ ഒരു ആവശ്യത്തിൽ ദൈവം ഇടപെട്ട് പകരം ഒരു ഏഞ്ചലിനെ അങ്ങോട്ടേക്ക് അയച്ചിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ he who is wrapped in purple robes with planets in his care had pity on the least of things asleep upon the chair. ഇവിടെ അദ്ദേഹം പറയാണ് he who is wrapped in purple robes. അല്ല, purple robes എന്ന് വെച്ചാൽ നല്ല കടും ചുവപ്പ് നിറത്തിലുള്ള പുറംകുപ്പായം. അപ്പോൾ ദൈവത്തെ ഒരു രൂപമായിട്ട്, ഒരു വലിയ ചുവന്ന പുറംകുപ്പായൊക്കെ ഇട്ടിട്ടുള്ള ഒരു രൂപമായിട്ട് ഇവിടെ അദ്ദേഹം കാണുന്നു. അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഹീ ഈസ് സമ്മൺ ഹു നോസ് എവ്രിതിങ്. എല്ലാ കാര്യങ്ങളും അറിയുന്ന, എല്ലാ പ്ലാനറ്റ്സിൻ്റെ കാര്യവും, അല്ലേ, ഭൂമി മാത്രമല്ല എല്ലാ ഗ്രഹങ്ങളുടെ കാര്യവും നോക്കുന്ന ദൈവത്തിന് എന്നോട് അല്പം ദയ തോന്നിയിട്ടുണ്ടാവണം. ഹാഡ് പിറ്റി ഓൺ ദ ലീസ്റ്റ് ഓഫ് തിങ്സ് അസ്ലീപ് അപ്പോൺ എ ചെയർ. പിറ്റി എന്ന് വെച്ചാൽ ഒരു സഹാനുഭൂതി. ലീസ്റ്റ് ഓഫ് തിങ്സ് എന്ന് വെച്ചാൽ അത്ര പ്രധാനപ്പെട്ടതല്ലാത്ത, നിസ്സാരമായ. അപ്പോൾ ഇവിടെ നമുക്ക് ഫാദർ ഗില്ലിഗൻ്റെ ആ ഒരു സിംപ്ലിസിറ്റി നമുക്ക് കാണാൻ കഴിയും. ലീസ്റ്റ് ഓഫ് തിങ്സ് എന്നാണ് അയാളെ സ്വയം വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് ഈ നിസാരനായ എന്നോട് അനുകമ്പ, ദയ തോന്നി. കസേരയിലിരുന്ന് ഉറങ്ങുന്ന എന്നോട് ദയ തോന്നി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോയം നിങ്ങൾക്ക് മനസ്സിലായി, ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിലെ ആക്ടിവിറ്റീസിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഈ പോയത്തെക്കുറിച്ചുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പോയത്തെക്കുറിച്ച് പറഞ്ഞത്. പോയത്തെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിച്ചു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പോയമായിട്ട് ബന്ധപ്പെട്ടിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി ഈ പോയത്തിൽ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ പോയത്തിൻ്റെ ഒരു അപ്രീസിയേഷൻ, അത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ പോയത്തിൽ നിന്ന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കൂടി പഠിക്കണം. അപ്പോൾ ഞാൻ അതൊന്നിവിടെ സ്ക്രീനിൽ ഇടുകയാണ്. ഓക്കെ, ഞാനതൊന്ന് എടുക്കട്ടെ. ഇവിടെ ഞാൻ ആ ഫോക്കസ് ഏരിയയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത നോട്ടിൽ ഇതിൻ്റെ ഒരു അപ്രീസിയേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് എടുക്കാം. അപ്പോൾ അതിൽ ഒരു അത് ഞാൻ ഫോക്കസ് ഏരിയ നോട്ട്സിൽ ഞാനത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗം ഞാനൊന്ന് ക്ലിയർ ആക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ. അപ്പോൾ ഇതിൻ്റെ അപ്രീസിയേഷനാണ് നമ്മൾ ഫസ്റ്റിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്കിതിൻ്റെ അപ്രീസിയേഷൻ ഒന്ന് നോക്കാം.
Okay. The Ballad of Father Gilligan, appreciation of the poem. അപ്പോൾ ഒരു അപ്രീസിയേഷൻ എഴുതുന്ന സമയത്ത് ഈ പോയത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ അവിടെ ഉണ്ടാവണം. അതുപോലെ തന്നെ ഈ പോയത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളതിൽ കൃത്യമായിട്ട് ഉപയോഗിക്കണം. ഓക്കെ, ഇതൊന്ന് സെറ്റ് ചെയ്യട്ടെ. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ അപ്രീസിയേഷൻ എന്ന് പറയുന്നത്, ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ. അപ്പോൾ ഞാൻ ഇതൊന്ന് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. The Ballad of Father Gilligan is a touching narrative poem written by the Irish poet W.B. Yeats. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എഴുതിയിരിക്കുന്ന കാര്യം, ഇതൊരു ബാലഡാണ്. ഇത് എഴുതിയിരിക്കുന്നത് W.B. Yeats എന്ന് പറയുന്ന ഐറിഷ് പോയറ്റാണ്. The poem is in the form of a ballad. ഈ പോയത്തിൻ്റെ പ്രത്യേകത ഞാൻ ആദ്യം പറഞ്ഞു, ഇതൊരു ബാലഡാണ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം നമ്മളിവിടെ എഴുതുന്നു. The poem is about a priest, Father Gilligan, who rendered selfless service to the poor and the needy in his parish. Well, this poem is actually the story of a priest. ഒരു പ്രീസ്റ്റിൻ്റെ കഥയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ചെയ്ത ഒരു സേവനം എന്ന് പറയുന്നത് ഇറ്റ്സ് എ സെൽഫ്ലെസ് സർവീസ്. സെൽഫ്ലെസ് സർവീസ് എന്ന് വെച്ചാൽ നിസ്വാർത്ഥമായ സേവനം ചെയ്തിരിക്കുകയാണ് ആളുകൾക്ക് വേണ്ടിയിട്ട്. പാരിഷ് എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഇടവക എന്നുള്ള അർത്ഥമാണ്. ദി ഓൾഡ് പ്രീസ്റ്റ് ഫാദർ ഗില്ലിഗൻ വാസ് ഇൻ ചാർജ് ഓഫ് എ പാരിഷ്. ദർ വാസ് ആൻ എപ്പിഡമിക് ഇൻ ഹിസ് ഏരിയ. അപ്പോൾ എപ്പിഡമിക് എന്നുള്ള വാക്ക് കൃത്യമായിട്ട് പഠിക്കുക. എപ്പിഡമിക് എന്ന് വെച്ചാൽ രോഗം, പകർച്ചവ്യാധി എന്നുള്ള അർത്ഥമാണ്. ദർ വാസ് ആൻ എപ്പിഡമിക് ഇൻ ഹിസ് ഏരിയ. ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ഹിസ് പാരിഷണേഴ്സ് വെയർ എയ്തർ സിക്ക് ഓർ ഡെഡ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടവകയിലുള്ള ആളുകളിൽ പകുതിയോളം ആളുകൾ രോഗികളായിട്ടുണ്ട്, പകുതി ആളുകൾ ഓൾറെഡി മരിച്ചും കഴിഞ്ഞിട്ടുണ്ട്. ദ പ്രീസ്റ്റ് വാസ് ടയേർഡ് ഓഫ് ഡൂയിങ് ഹിസ് പ്രീസ്റ്റ്ലി ഡ്യൂട്ടീസ്. വൺ ഡേ ആഫ്റ്റർ ദ ഡേയ്സ് ബിസി ഷെഡ്യൂൾ, while he was sitting in his chair, a poor man sent for him. The priest started complaining that he had no rest or joy. അപ്പോൾ അദ്ദേഹം അവിടെ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞത് എന്താണ്? അദ്ദേഹത്തിന് ഒരു വിശ്രമമില്ല, എപ്പോഴും ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ സങ്കടപ്പെടുകയാണ്. സഡൻലി ഹി റിയലൈസ്ഡ് ഹിസ് മിസ്റ്റേക്ക് and asked for God's forgiveness. He knelt and begged God for forgiveness, and in the prayer he fell asleep leaning over his chair. അപ്പോൾ അതിനുശേഷം അദ്ദേഹം കസേരയിലിരുന്ന് ഉറങ്ങിപ്പോകുന്നു. He woke up only in the following morning. ഓർക്കണം, പിറ്റേ ദിവസം രാവിലെയാണ് പിന്നെ അദ്ദേഹം ഉണരുന്നത്. At the time of sparrow chirp, then he realized that he failed to do his priestly duties. അപ്പോൾ അദ്ദേഹം തിരിച്ചറിയാണ്, അദ്ദേഹം ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങളൊന്നും ചെയ്തില്ല, അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി അദ്ദേഹം ചെയ്തില്ല. So within no time he roused his horse and went to the sick man's house. He feels very guilty and rushes to right the wrong he thinks he has committed. അദ്ദേഹം വിചാരിക്കുന്ന അദ്ദേഹം ചെയ്തിട്ടുള്ള തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ഓടുകയാണ്. When he arrives at the sick man's door, he finds he is too late. He is filled with grief and remorse. Remorse എന്ന് വെച്ചാൽ കുറ്റബോധം, സങ്കടം എന്നൊക്കെയാണ്. അപ്പോൾ അദ്ദേഹം അവിടെ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ള ചിന്ത അദ്ദേഹത്തിന് വരുന്നു. ഹി ഫൈൻഡ്സ് ഹി ഈസ് വെരി ലേറ്റ് ആൻഡ് ഹി ഈസ് ഫിൽഡ് വിത്ത് ഗ്രീഫ്. സങ്കടവും കുറ്റബോധവും അദ്ദേഹത്തിനുണ്ടായി. The sick man's wife informed him that the man died as merry as a bird immediately after the priest left him. On hearing this, Father Gilligan understood that God had sent one of his angels to help him to do his duty. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കുകയാണ് തൻ്റെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവം ഒരു മാലാഖയെ അങ്ങോട്ടേക്ക് അയച്ചു. Father praised God for showing his benevolence and kindness towards him. He expressed his gratitude to the merciful God. Thus the poem beautifully narrates the story of God's timely intervention in the life of a poor priest. അപ്പോൾ ഒരു ഒറ്റ സെന്റൻസിൽ ഈ പോയത്തിൻ്റെ ആശയം നമുക്കിങ്ങനെ പറയാം, എന്താണ്? ദൈവത്തിൻ്റെ ഇടപെടൽ, ഒരു പാപം, അതിൻ്റെ
അയാളുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട ഒരു കഥയാണ് ഈ ഒരു ഇതിൽ പറയുന്നത്. അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ ആകുമ്പോൾ തന്നെ ഈ പോയത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങളൊക്കെ അതിൽ വന്നിട്ടുണ്ട്. ഇനി അടുത്ത പാരഗ്രാഫിൽ ഈ പോയത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസസ് അതുപോലെ അങ്ങനെയുള്ള പ്രത്യേകതകളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ദ പോയം ഈസ് റിച്ച് ഇൻ ഇമേജറി. ധാരാളം ഇമേജസ് ഉപയോഗിച്ചിട്ടുണ്ട്. ദ പോയം ഈസ് ഫുൾ ഓഫ് ഇമേജസ്. ദ ഗ്രീൻ ഷോട്ട്സ്, റോക്കി ലെയിൻ, മോത്ത് അവർ എക്സെട്ര ആർ സം ഓഫ് ദി വിഷ്വൽ ഇമേജസ്. ഈ പോയത്തിൽ ഉപയോഗിച്ചിട്ടുള്ള കണ്ടു മനസ്സിലാക്കാൻ കഴിയുന്ന ഇമേജസ്, വിഷ്വൽ ഇമേജസിന് ഉദാഹരണമാണ് ഗ്രീൻ ഷോട്ട്സ്, റോക്കി ലെയിൻ, മോത്ത് അവർ എക്സെട്ര. Then the sparrow chirp and the wind that shook the leaves are examples of auditory image in the poem. Any auditory images ന് ഉദാഹരണമാണ് sparrow chirp, wind that shook the leaves. ഒക്കെ ശബ്ദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇമേജസ് ആണ്. The stars began to peep is an instance of personification. ഇനി ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പേഴ്സോണിഫിക്കേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു മനുഷ്യനല്ലാത്ത ഒരു വ്യക്തിക്ക് മനുഷ്യൻ്റെ ഒരു ഗുണം നമ്മൾ പറയുക. അപ്പോൾ ഇവിടെ പീപ്പ് എന്ന് വെച്ചാൽ ഒളിച്ചു നോക്കുക എന്നുള്ള അർത്ഥമാണ്. സ്റ്റാർസ് ബിഗാൻ ടു പീപ്പ്. അപ്പോൾ സ്റ്റാർസ് ഒരു നക്ഷത്രങ്ങൾ മനുഷ്യൻ്റെ പോലെ ഇങ്ങനെ ഒളിച്ചു നോക്കി എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പേഴ്സോണിഫിക്കേഷൻ. ദ പോയറ്റിക് ഡിവൈസ് സിമിലി ക്യാൻ ബി സീൻ ഇൻ ദ ലൈൻ ദ മാൻ ഡൈഡ് ആസ് മെറി ആസ് എ ബേർഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഒരു സിമിലിക്ക് ഉദാഹരണം നമുക്ക് ഈ വരികളിൽ കാണാം. അതുപോലെ തന്നെ ദ യൂസ് ഓഫ് അലിട്രേഷൻ ഓൾസോ ആഡ്സ് ബ്യൂട്ടി ടു ദ പോയം. You can find many examples of alliteration from this poem. The ballad also tells us about the mercy of God to his devotees. ദൈവത്തിൻ്റെ അനുകമ്പാധേയ അല്ലേ. This ballad teaches us that God has mercy on everyone. അല്ല, ദൈവത്തിന് എല്ലാവരോടും കരുണയുണ്ടെന്നുള്ളൊരു ആശയമാണ് നമുക്ക് ഈ പോയത്തിൽ നിന്ന് കിട്ടുന്നത്. Even those who feel they have failed him. The poem follows a strict rhyme scheme. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ പോയം കൃത്യമായിട്ട് ഒരു റൈം സ്കീം ഫോളോ ചെയ്യുന്നുണ്ട്. ആ റൈം സ്കീം എന്ന് പറയുന്നത് എ ബി സി ബി എന്നുള്ളതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന റൈം സ്കീം. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ഈ പോയത്തിൻ്റെ ഒരു അപ്രീസിയേഷൻ നിങ്ങൾ എഴുതേണ്ടത്. ഈ പോയത്തിലെ അതിൻ്റെ പ്രധാനപ്പെട്ട ആശയം, ഈ പോയത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനാണ്. ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ ഈ പാഠത്തിൽ നിന്ന് പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇവിടെ കാണിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം, പിക്ക് ഔട്ട് എ ലൈൻ ഫ്രം ദ പോയം വിച്ച് സേസ് ദാറ്റ് ദ പ്രീസ്റ്റ് വാസ് വെരി ടയേർഡ്. അപ്പോൾ അദ്ദേഹം വളരെ ക്ഷീണിതനാണ് എന്ന് പറയുന്ന ഒരു വരി കണ്ടുപിടിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദ ലൈൻസ് ആർ, the old priest Peter Gilligan was weary day and night, says that the priest was tired. അപ്പോൾ അദ്ദേഹം ക്ഷീണിതനാണെന്ന് പറയുന്ന വരി ആദ്യത്തെ ആ വരി തന്നെയാണ്. ഹി വാസ് weary എന്ന് വരുന്ന ആ ഒരു വരി. രണ്ടാമത്തെ ചോദ്യം, why was Father Gilligan weary? Father Gilligan was performing his priestly duties day and night because half of his parishioners were either sick or dead. അപ്പോൾ ഈ കാരണം കൊണ്ട് അദ്ദേഹത്തിൻ്റെ വൈദികൻ്റെ കർമ്മങ്ങൾ ചെയ്യുകയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ക്ഷീണിതനായത്. വാട്ട് ഡസ് ഗ്രീൻ ഷോഡ് ഇംപ്ലൈ? ഗ്രീൻ ഷോഡ് എന്നുള്ള വാക്ക് എന്തിനെ സൂചിപ്പിക്കും? ഇറ്റ് റെഫേഴ്സ് ടു ദ ഗ്രേവ്, അല്ലേ, ശവകുടീരം, അതാണ് ഗ്രേവ്, അതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓർ ദ ബറിയൽ പ്ലേസ് കവേർഡ് ഓവർ ബൈ ഗ്രീൻ ഗ്രാസ്, അല്ലെങ്കിൽ അടക്കിയിരിക്കുന്ന സ്ഥലം അത് പുല്ലുകൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, അതിൻ്റെ മുകളിൽ കുറേ ചെടികളൊക്കെ വളർന്നു വന്നിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. നാലാമത്തെ ചോദ്യം, വാട്ട് ഡസ് ദ വേർഡ് ഫ്ലോക്ക് ഇൻ ദ കോണ്ടെക്സ്റ്റ് റെഫേഴ്സ് ടു? ഈ ഫ്ലോക്ക് എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ദ വേർഡ് ഫ്ലോക്ക് റെഫേഴ്സ് ടു ദ പീപ്പിൾ ഇൻ ദ പാരിഷ്, അല്ലെങ്കിൽ ഫാദർ ഗിലിഗൻസ് പാരിഷ്. വാട്ട് ഈസ് ദ റൈം സ്കീം ഫോളോഡ് ഇൻ ദിസ് പോയം? ഈ സ്റ്റാൻസയിൽ മാത്രമല്ല, എല്ലാ സ്റ്റാൻസയിലും ഫോളോ ചെയ്തിരിക്കുന്ന ഒരു റൈം സ്കീം എന്ന് പറയുന്നത് ABCB. ആറാമത്തെ ചോദ്യം, ഐഡൻറ്റിഫൈ ദ വിഷ്വൽ ഇമേജസ് യൂസ്ഡ് ഇൻ ദീസ് ലൈൻസ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വിഷ്വൽ ഇമേജസ് ഏതൊക്കെയാണ്? ഗ്രീൻ ഷോട്ട്സ്, മോത്ത് അവർ, ഇതൊക്കെ ഉദാഹരണങ്ങളാണ്. വാട്ട് ഡസ് മോത്ത് അവർ ഇൻഡിക്കേറ്റ്? മോത്ത് അവർ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ടൈം വെൻ മോത്ത്സ് കം ഇൻ സ്വാംസ്. സ്വാംസ് എന്ന് വെച്ചാൽ ഗ്രൂപ്പായിട്ട്,
അപ്പോൾ ഈ മോത്ത് അവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന പ്രാണികൾ ഒരുമിച്ച് വരുന്ന ഒരു സമയം. ഇറ്റ് ക്യാൻ ബി ഇൻ ദ ഈവനിങ് ഓർ ഇൻ ദ മോർണിംഗ്. ഇത് രാവിലെയും സംഭവിക്കാറുണ്ട്, വൈകുന്നേരവും സംഭവിക്കാറുണ്ട്. വാട്ട് വാസ് ദ കംപ്ലൈൻറ്റ് ഓഫ് ദ പ്രീസ്റ്റ്? അദ്ദേഹത്തിൻ്റെ കംപ്ലൈൻറ്റ് എന്തായിരുന്നു, പരിഹാരം എന്തായിരുന്നു? ഹി കംപ്ലൈൻറ്റ് ദാറ്റ് ഹി ഹാഡ് നോ റെസ്റ്റ്, നോ ജോയ് ആൻഡ് നോ പീസ്. അദ്ദേഹത്തിന് വിശ്രമമില്ല, സന്തോഷമില്ല, സമാധാനമില്ല എന്നാണ് പറഞ്ഞത്. വൈ ഡിഡ് ദ ഫാദർ സീക്ക് ഫൊർഗീവ്നെസ് ഫ്രം ഗോഡ്? എന്തിനാണ് അദ്ദേഹം ദൈവത്തിൽ നിന്ന് ക്ഷമ ചോദിച്ചത് എന്നാണ് 9ാമത്തെ ചോദ്യം. Father Gilligan complained to God that he had no rest, nor peace and no joy. He felt guilty of his errant words. തെറ്റായ വാക്കുകൾ അത് ഉപയോഗിച്ചുള്ള അദ്ദേഹത്തിന് കുറ്റബോധം തോന്നി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 10ാമത്തെ ചോദ്യം. വാട്ട് ഡിഡ് ഫാദർ ഗിലിഗൻ ഡു ആഫ്റ്റർ ഹി വോക്ക് അപ്പ് ഫ്രം ഹിസ് സ്ലീപ്പ്? അദ്ദേഹം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഹി റൗസ്ഡ് ഹിസ് ഹോഴ്സ് ആൻഡ് കെയർലെസ്ലി റോഡ് ടു ദ പുവർ മാൻസ് ഹൗസ്. വൈ ഡിഡ് പീറ്റർ ഗിലിഗൻ റൈഡ് ആസ് ഹി നെവർ റോഡ്? അദ്ദേഹത്തിന് മുമ്പ് ഒന്നും ഓടിച്ചിട്ടില്ലാത്ത രീതിയിൽ അദ്ദേഹം അന്ന് കുതിരയെ ഓടിച്ചു. അതിൻ്റെ കാരണം എന്താണ്? ഹി റിയലൈസ്ഡ് ദാറ്റ് ഹി ഹാഡിൻ ഡൺ ഹിസ് പ്രീസ്ലി ഡ്യൂട്ടീസ് ടു ദ സിക്ക് മാൻ, സോ ഹി വാണ്ടഡ് ടു റീച്ച് ദ സിക്ക് മാൻസ് ഹൗസ് ആസ് ഏർലി ആസ് ഹി കുഡ്. അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു രോഗിയുടെ വീട്ടിൽ എത്തിച്ചേരേണ്ടതുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. വൈ ഡിഡ് ദ ഫാദർ റൈഡ് ത്രൂ? അദ്ദേഹം പോയ വഴികൾ ഏതൊക്കെയാണ്? ഹി റോഡ് ത്രൂ റോക്കി ലെയിൻ ആൻഡ് ഫെൻ. Number 13. Why did the priest ride his horse with little care? The priest was in a hurry to reach the sick man's house after he woke up from his sleep. 14ാമത്തെ ചോദ്യം. What feeling did the sick man's wife have when she saw the priest at her door? എന്തായിരുന്നു ഈ സിക്ക് മാൻ്റെ ഭാര്യയുടെ ഒരു പ്രതികരണം? The sick man's wife was surprised to see the priest again at her door. അവർ വളരെ അത്ഭുതത്തോടു കൂടിയാണ് വീണ്ടും ഈ പ്രീസ്റ്റിനെ കണ്ടപ്പോൾ അവർ സംസാരിച്ചത്. 15ാമത്തെ ചോദ്യം. ഐഡൻറ്റിഫൈ ദ പോയറ്റിക് ഡിവൈസ് എംപ്ലോയ്ഡ് ഇൻ ദ ലൈൻ ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗിലിഗൻ. അപ്പോൾ ഈ ഒരു വരിയിൽ ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗിലിഗൻ എന്നുള്ള ഈ വരിയിൽ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസ് എന്താണ്? ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് അല്ലിട്രേഷൻ. Question number 16. Why did the father feel sad? ഇവിടെ ഫാദർ വളരെ ദുഃഖിതനാവാനുള്ള കാരണം എന്താണ്? The priest felt sad because he understood that he failed to give the last prayers to the sick man. ഈ മനുഷ്യന് നൽകേണ്ട ഈ മരിക്കാൻ പോകുന്നതിന് മുൻപ് ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. What had happened while the father slept in the chair? അദ്ദേഹം ഉറങ്ങുന്ന സമയത്ത് എന്താണ് സംഭവിച്ചത്? The sick man died when he was sleeping in the chair. Number 18. Pick out an instance of simile from the given lines. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന simile. അപ്പോൾ അതിൻ്റെ ഉദാഹരണം he turned and died as merry as a bird. ഈ വരിയും നമ്മൾ എഴുതി വെക്കണം. അതുപോലെ തന്നെ ഈ as എന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ കൂടി ചെയ്യുക. Number 19. Comment on the line he who is wrapped in purple robes with planets in his care. ഈ ഒരു വരിയെക്കുറിച്ച് കമൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹി ഹു ഈസ് റാപ്ഡ് ഇൻ പർപ്പിൾ ഡ്രോപ്സ് റെഫേഴ്സ് ടു ഗോഡ്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന ഈ ഒരു ആള് ദൈവമാണ്. ഹു ടേക്സ് കെയർ ഓഫ് ദി എൻറ്റയർ യൂണിവേഴ്സ്. ലോകത്തെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ദൈവം. വിച്ച് ലൈൻ ഗീവ്സ് us the idea that God had made the night for the troubled humanity? ഇനി ഏത് വരിയിലാണ് ദൈവം ആളുകൾക്ക് വിശ്രമത്തിന് വേണ്ടിയിട്ടാണ് രാത്രി ഉണ്ടാക്കിയത് എന്ന് പറയുന്നത്? He who hath made the night of stars for souls who tire and bleed. അപ്പോൾ ഈ വരികളാണ് നമ്മളിവിടെ എടുത്തെഴുതുന്നത്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഡിഡ് ഹി ഡു ഫോർ ഫാദർ ഗിലിഗൻ? ഇനി ഫാദർ ഗിലിഗന് വേണ്ടിയിട്ട് ദൈവം എന്താണ് ചെയ്തത്? ഗോഡ് സെൻറ്റ് വൺ ഓഫ് ഹിസ്. അപ്പോൾ ഇവിടെ ഹിസ് എന്ന് എഴുതുമ്പോൾ എച്ച് ക്യാപിറ്റൽ ലെറ്റർ എഴുതുക, കാരണം അത് ദൈവത്തെയാണ് സൂചിപ്പിക്കുന്നത്. The God sent one of his great angels to do Father Gilligan's priestly duties. അദ്ദേഹം ചെയ്യേണ്ട ഡ്യൂട്ടികൾ അത് ചെയ്യാനായിട്ട് ഇവിടെ ആരെയാണ് അയച്ചിരിക്കുന്നത്? God has sent one of his angels to do his duty എന്നുള്ള ആ ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക്
ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ സംശയങ്ങൾ ചോദിക്കാനുള്ള സമയമാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് ചോദിക്കുക. ഓക്കെ, ഈ പാഠവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങൾ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്തിട്ട് ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങളിപ്പോൾ ചോദിക്കാം. ഈ പോയമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഭാഗം നിങ്ങൾക്ക് ക്ലിയർ അല്ലാത്തതോ അല്ലെങ്കിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നോ ഒക്കെ തോന്നുന്ന ഭാഗങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം തന്നെയാണ്. ഈ പാഠത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഈ പറയുന്ന അപ്രീസിയേഷനും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സുമാണ്. ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. ഈ പോയം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ പോയത്തിൻ്റെ അപ്രീസിയേഷൻ, അതുപോലെ തന്നെ ഈ പോയത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. അത് നമ്മൾ ഈ പറയുന്ന 21 ക്വസ്റ്റ്യൻ ആൻസറും അതുപോലെ തന്നെ ആ ഒരു അപ്രീസിയേഷനും കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ചോദിക്കാം. ഈ നോട്ട്സ് ഞാൻ ഈ ക്ലാസ്സിന് ശേഷം നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. ബാക്കി കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. താങ്ക് യു.